ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. തരിയും സേമിയയും ഉപയോഗിച്ച് ഒരു വെറൈറ്റി ഇഫ്താർ പായസം ആണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അപ്പോൾ ഒരു കുഞ്ഞു ബെല്ലിൻ്റെ പടം വരും. അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും മുടങ്ങാതെ കാണാൻ കഴിയും. അപ്പോൾ ഞാൻ പായസം ഉണ്ടാക്കിയെടുക്കുന്നത് തേങ്ങാപ്പാലിലാണ്. അതിന് ഞാൻ 2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു വലിയ വട്ട അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടാവാൻ വേണ്ടിയിട്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നെയ്യ് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 5-10 അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്. ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി വരുമ്പോൾ അതിലേക്ക് മുന്തിരിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. വറുത്ത അണ്ടി മുന്തിരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ സേമിയ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. അത് നെയ്യിലേക്കിട്ട് നല്ലപോലെ വറുത്തെടുക്കണം. അപ്പോൾ വറുത്ത സേമിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിലും ഒന്ന് ജസ്റ്റ് നെയ്യിലിട്ടിട്ട് വറുക്കണം. അപ്പോൾ സേമിയത്തിൻ്റെ കളറ് മാറി വരുന്നവരെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ സേമിയ നല്ലപോലെ കളറൊക്കെ മാറി വറുത്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് സൂചിപ്പൊടി ആഡ് ചെയ്യാം. അത് നല്ലപോലെ പച്ചമണം മാറുന്നത് വരെ ഇളക്കുക. അപ്പോൾ നമ്മൾ സൂചിപ്പൊടി നല്ലപോലെ വറുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നല്ലപോലെ വേവിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിക്കുന്നത്. സൂചിപ്പൊടി കട്ട പിടിക്കാതിരിക്കാൻ കൈവിടാതെ നല്ലപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കുക. ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2ാം പാലാണ്. അപ്പോൾ നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ പായസം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ റവ അടിയിൽ കട്ടപ്പിടിക്കാതിരിക്കാൻ നല്ലപോലെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഒരു 3 ടേബിൾ സ്പൂണാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. നല്ലപോലെ ഇളക്കി മിക്സാക്കി എടുക്കാം. പായസം തിളച്ച് വരുമ്പോൾ വറുത്ത് വെച്ച് അണ്ടി മുന്തിരി ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുമ്പോഴേക്കും താങ്ക് യു.